ഇറാൻ ജനതയോട് പ്രതിഷേധം തുടരാൻ നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം. മരണസംഖ്യ 2000-ആയി ഉയരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ സന്ദേശമെത്തിയത്. എല്ലാ ഇറാനികളും പ്രതിഷേധിച്ച് തെരുവിലിറങ്ങാനും സഹായമുടൻ എത്തുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിൽ മരണസംഖ്യ 2000 കവിഞ്ഞതോടെ ട്രംപ് പ്രതിഷേധക്കാരെ ദേശസ്നേഹികളെന്ന് വിശേഷിപ്പിക്കുകയും ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനിയൻ ദേശസ്നേഹികളെ, പ്രതിഷേധം തുടരൂ, നിങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കൂ, സഹായം ഉടനെത്തുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചു. രാജ്യത്തുടനീളം വൻതോതിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടെ സൈനിക നടപടിയുടെ ഭീഷണികൾ ഉയർന്നതിനെ തുടർന്ന് ഇറാൻ നേതൃത്വം ചർച്ചകൾക്കായി തന്നിലേക്ക് എത്തിയതായി ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇറാൻ നേതാക്കൾ ഇന്നലെ വിളിച്ചുവെന്ന ട്രംപ് ഞായറാഴ്ച എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു മീറ്റിംഗ് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഇറാൻ പ്രക്ഷോഭത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ 2000-ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നു. ഇറാൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 2 ആഴ്ചയായി നീളുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിനിടെ ആദ്യമായാണ് മരണസംഖ്യ വ്യക്തമാക്കിയുള്ള പ്രതികരണമുണ്ടാകുന്നത്. സാധാരണക്കാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മരണങ്ങൾക്ക് കാരണം ഭീകരരാണെന്നും പറഞ്ഞു. ഉദ്യോഗസ്ഥൻ ആരാണെന്നും കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇറാനിൽ സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ കുറഞ്ഞത് 12,000 പേർ കൊല്ലപ്പെട്ടെന്ന ആരോപണവുമായാണ് ഇറാൻ ഇന്റർനാഷണൽ എന്ന വെബ്സൈറ്റ് രംഗത്തെത്തിയത്. ഇതുവരെ പുറത്തുവന്നതിനേക്കാൾ ഏറെ കൂടുതലാണ് കണക്കെന്നാണ് പറയുന്നത്. ഇറാൻ ദേശീയ സെക്യൂരിറ്റി കൌൺസിൽ, പ്രസിഡന്റിന്റെ ഓഫീസ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് അംഗങ്ങൾ, മെഡിക്കൽ ഉദ്യോഗസ്ഥർ, ദൃക്സാക്ഷികൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്നു. 30 വയസ്സിന് താഴെയുള്ളവരാണ് കൊല്ലപ്പെട്ടവരിൽ മിക്കവരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇറാനിലെ അധികൃതർ ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടില്ല. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഇർഫാൻ സുൽത്താനിയെ വധശിക്ഷയ്ക്ക് വിധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ടെഹ്റാൻ കരാച്ച് ഫാർദിസ് സ്വദേശിയാണ്. കഴിഞ്ഞ 8-നാണ് അറസ്റ്റിലായത്. ഇന്ന് ശിക്ഷ നടപ്പാക്കുമെന്നും ഇത് അന്തിമമാണെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. ഇർഫാന് നിയമസഹായം നിഷേധിക്കപ്പെട്ടതായും ശരിയായ രീതിയിൽ സ്വയം വാദിക്കാൻ കഴിഞ്ഞില്ലെന്നും കുടുംബം പറയുന്നു. വാർത്ത വന്നതോടെ കടുത്ത വിമർശനവുമായി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്ത് വന്നു. വധശിക്ഷ ഒഴിവാക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ സംഘടന അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനിലെ സ്ഥിതിഗതികൾ കലുഷിതമായി തുടരുന്നതിനിടെ ഖത്തറിലെ വ്യോമതാവളത്തിൽ US സൈനിക നീക്കങ്ങൾ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. US-ന്റെ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം കേന്ദ്രീകരിച്ച് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യമടക്കം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാനിൽ നിന്ന് 200 മുതൽ 300 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന US-ന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്നാണ് അൽ ഉദൈദ്. ഞായറാഴ്ച രാത്രി B-52 ബോംബർ വിമാനങ്ങളടക്കം അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്നതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ വിഷയത്തിൽ നയതന്ത്ര മാർഗത്തിലൂടെയുള്ള പരിഹാര മാർഗങ്ങൾ തേടുമെന്ന് US പറയുമ്പോഴും ഇതിനൊപ്പം സൈന്യത്തെ പൂർണ്ണ സജ്ജമാക്കുന്ന നടപടിയും തുടരുകയാണെന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ നിലവിലെ സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്നും US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന എണ്ണ കയറ്റുമതിക്കാരായ ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യത്തിന്റെയും ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനെ ശിക്ഷിക്കുന്നതിനുള്ള ഓപ്ഷനുകളിൽ കൂടുതൽ സൈനിക നടപടികളും ഉൾപ്പെടുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോട് ടെഹ്റാൻ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പ്രക്ഷോഭം വ്യാപിച്ചതിനെ തുടർന്ന് ദിവസങ്ങളായി ഇന്റർനെറ്റ് നിരോധനം തുടരുന്നതിനിടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ലഭ്യമാക്കിയ സൗജന്യ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുത്തിയിരുന്നു. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഇറാനിൽ ലഭ്യമായി തുടങ്ങിയതിന് പിന്നാലെയാണ് ജാമറുകൾ ഉപയോഗിച്ച് സൈന്യം ഈ സേവനം തടസ്സപ്പെടുത്തിയത്. ഇറാനിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ മസ്കുമായി സംസാരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കാൻ ഇറാനിലെ സ്റ്റാർലിങ്ക് വരിസംഖ്യ ഒഴിവാക്കിയിട്ടുണ്ടെന്നും രാജ്യത്ത് റിസീവറുകളുള്ള ആളുകൾക്ക് പണം നൽകാതെ തന്നെ ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ഹോളിസ്റ്റിക് റെസിലിയൻസ് എന്ന US ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഹമ്മദ് ഹംദിയാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.